ഹലോ, വെൽക്കം ടു പവീസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ വന്നിട്ടുള്ള പിറ്റേ ദിവസം രാവിലെ മോർണിംഗാണിത്. അപ്പോൾ രാവിലെ അമ്മ സ്പെഷ്യലായിട്ട് ചിക്കൻ സ്റ്റൂവും അപ്പവും ബ്രെഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കൂട്ടത്തിൽ ചായയും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ ചിക്കൻ സ്റ്റൂ ആണെങ്കിൽ എനിക്ക് അപ്പത്തിനോട് അത്ര ഇതില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണ് ഇച്ചിരി കൂടി ഇഷ്ടം. അങ്ങനെ രാവിലെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു സ്ഥലം വരെ പോകണമെന്നുള്ളത്. അപ്പം എപ്പോഴും പ്ലാൻ ചെയ്യും, പക്ഷെ പോകാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 4-4.5 കിലോമീറ്റർ ഉള്ളൂ ഇപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക്. അപ്പം ഈ കുതിരാൻ തുരങ്കമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുതിരാൻ തുരങ്കത്തിൽ നിന്ന് പഴയ നാഷണൽ ഹൈവേയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പഴയ നാഷണൽ ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന കുതിരാൻമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി കേട്ടോ ഇവിടെയൊക്കെ വന്നിട്ട്. ഇപ്പോൾ ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. ചെറിയ കോടയും. ഞങ്ങളപ്പോൾ റോഡ് എൻഡ് ചെയ്യുന്നിടം വരെ പോകാമെന്ന് വെച്ചപ്പം അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങളവിടെ നിർത്താൻ പറ്റുന്നപ്പോൾ കൊണ്ട് വണ്ടി നിർത്തിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നാണ് വന്നത്. അപ്പം സാധാരണ കുറേ കുരങ്ങന്മാരെയൊക്കെ കാണുന്നതാണ്, പക്ഷേ ഇന്ന് അത്രയും മഴയായതുകൊണ്ടാണെന്ന് അറിയത്തില്ല, കുരങ്ങന്മാരൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. എന്നാണ് പണ്ട് ഇവിടെ ചേട്ടൻ്റെ വീട്ടിലൊക്കെ ഇവിടെയുള്ളവരൊക്കെ പറയുന്നത് പൈസ എറിയുന്ന അമ്പലം, പഴനിക്കൊക്കെ പോകുമ്പോൾ പൈസ എറിയുന്ന അമ്പലം എന്നൊക്കെ പറയണേ. നേരാണ്. പണ്ട് ഈ ബസ് നിർത്താനൊന്നും പറ്റാത്തത് കൊണ്ട് നമ്മൾ പൈസ എറിഞ്ഞൊക്കെ കൊടുക്കുമായിരുന്നു. എറിഞ്ഞ് തന്നെ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ താഴത്ത് കുറേ ചേട്ടന്മാരിങ്ങനെ കാന്തം വെച്ച് നിൽക്കുമായിരുന്നു അതിങ്ങനെ പറക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അതെല്ലാം വഴിയായിരുന്നു വീട്ടിലേക്കൊക്കെ പോക്ക് വരവൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര മെമ്മറിയാണ് കേട്ടോ. നമുക്ക് ഇപ്പം നോക്കുമ്പോൾ ഭയങ്കര ശാന്തമൂക്കും. പിന്നെ അത് മാത്രമല്ല, എന്നും അന്നദാനമുള്ളൊരു അമ്പലമായിരുന്നു കേട്ടോ അത്. എന്നും ഞാനൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്. എന്നും പായസം ഉണ്ടാകും എന്നും. നമുക്ക് എന്താ പറയുക, നമ്മുടെ പഴയ കുറേ ഓർമ്മകളാണ് ആ അമ്പലം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി എല്ലാവരുമായിട്ട്. അപ്പോൾ അവിടെ തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഒരു പോസിറ്റീവ് വൈബുള്ളൊരു സ്ഥലം. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഭയങ്കര തിരക്കും ബഹളവും ബ്ലോക്കൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര ശാന്തമൂകം. നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെല്ലാ ഭാരം ഇവിടെ ഇറക്കി വെക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു പീസ്ഫുൾ മൊമെൻ്റ് ആയിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. കമൻസ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ കമൻസ് ഇടുക. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.